ഇടത് സർക്കാരിന്റെ കട്ടുമുടിക്കലിൽ ഒന്നിച്ചു നിന്ന ബി.ജെ.പിയും കോൺഗ്രസും. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നാണ് ധവളപത്രം കാണിക്കുന്നതെന്ന് ചാത്തന്നൂർ എം.എൽ.എ. ബി ഗോപകുമാർ. 5 വർഷം കൂടുമ്പോൾ സർക്കാരുകൾ ധവളപത്രം ഇറക്കുന്നുവെന്നും അതിൽ പറയുന്നത് സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ്. രണ്ട് മുന്നണികളും യോജിക്കുന്നത് ഒരു കാര്യത്തിൽ മാത്രമാണ്: കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ല എന്ന് പറയുന്നതിൽ. കേരളത്തിന്റെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇരു മുന്നണികളും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ സ്വന്തം പരാജയം മറച്ചുവെക്കാൻ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്നു. കിഫ്ബി വഴി വരുന്ന കടം തീർക്കേണ്ട ബാധ്യതയും സംസ്ഥാന സർക്കാരിനാണ്. സംസ്ഥാനത്തിന്റെ കടബാധ്യതയ്ക്ക് ഉത്തരവാദികൾ ഇതുവരെ സംസ്ഥാനം ഭരിച്ച ഇരു മുന്നണികളുമാണ്. ഇരു മുന്നണികളും പരസ്പരം ഡീൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ജനവിധി അംഗീകരിക്കാൻ ഇനിയെങ്കിലും ഇരു കൂട്ടരും തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ ഏകദേശം 80% ശമ്പളം, പെൻഷൻ, പലിശയടവ് എന്നിവയ്ക്കാണ് ചിലവാകുന്നതെന്നാണ് ധവളപത്രത്തിൽ പറയുന്നത്. ഈ സാഹചര്യം ദീർഘകാലാടിസ്ഥാനത്തിൽ സാമ്പത്തികമായി നിലനിൽക്കുന്നതല്ലെന്ന് റിപ്പോർട്ടുകൾ വിലയിരുത്തുന്നു. സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം കേന്ദ്ര സർക്കാരിന്റെ നിലവാരത്തിലേക്ക് ഉയർത്തണമെന്ന് നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥർ അനുഭവ സമ്പത്ത് പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന പ്രായത്തിലാണ് വിരമിക്കുന്നത്. വിരമിക്കൽ പ്രായം 1 വർഷം വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാനത്തിന് ഏകദേശം 6000 കോടി രൂപയുടെ വിരമിക്കൽ ആനുകൂല്യ ചെലവ് ലാഭിക്കാനാകുമെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെ പോലെ 10 വർഷത്തിലൊരിക്കൽ മാത്രം ശമ്പള കമ്മീഷൻ നടപ്പാക്കുന്നതാകും പരിഗണിക്കാവുന്ന നിർദ്ദേശമാണ്. അതോടൊപ്പം സർക്കാർ സേവനങ്ങളുടെ കാര്യക്ഷമതയും ഉത്തരവാദിത്തവും മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഡിജിറ്റലൈസേഷൻ എന്ന പേരിൽ പഴയ ഫോമുകളും നടപടിക്രമങ്ങളും ഓൺലൈനിലേക്ക് മാറ്റുന്നത് മാത്രം പോരാ. നടപടിക്രമങ്ങൾ ലളിതമാക്കിയതും ഉപഭോക്തൃ സൗഹൃദമാക്കിയതും യഥാർത്ഥ ഡിജിറ്റൽ പരിഷ്കാരം നടപ്പാക്കണം. ഇതിനായി എല്ലാ വകുപ്പുകൾക്കും 3 മാസത്തിനകം നടപടിക്രമങ്ങൾ ലളിതമാക്കി സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കാൻ ലക്ഷ്യം നിശ്ചയിക്കണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. അതേസമയം കേരളത്തിൽ ഇത് ആദ്യമായില്ല ധവളപത്രം ഇറക്കുന്നത്. ഇതിനു മുൻപ് 4 സർക്കാരുകൾ സാമ്പത്തിക ധവളപത്രം ഇറക്കിയിട്ടുണ്ട്. കേരളത്തിൽ ഇതുവരെ അവതരിപ്പിച്ച ധവളപത്രങ്ങളുടെ ചരിത്രം ഇതാണ്: ഒരു സർക്കാരിന്റെ കൃത്യമായ സാമ്പത്തിക നിലവാരം, വരുമാന സ്രോതസ്സുകൾ, കടബാധ്യതകൾ, ഭാവിയിലെ സാമ്പത്തിക വെല്ലുവിളികൾ എന്നിവ വ്യക്തമാക്കുകയാണ് ധവളപത്രത്തിന്റെ പ്രധാന ലക്ഷ്യം. ട്രഷറിയിലെ പണലഭ്യത, റവന്യൂ കമ്മി, സംസ്ഥാനത്തിന്റെ ആകെ കടം എന്നിവയുടെ കൃത്യമായ കണക്കുകൾ ധവളപത്രത്തിൽ രേഖപ്പെടുത്തും. നികുതി പിരിവിലെ പോരായ്മകളും തടസ്സപ്പെട്ടു കിടക്കുന്ന പദ്ധതികളും ചൂണ്ടിക്കാട്ടി പൊതുജനങ്ങളെയും നിയമസഭയെയും സംസ്ഥാനത്തിന്റെ യഥാർത്ഥ ധനസ്ഥിതി ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യം. കേരളത്തിൽ സാധാരണയായി പുതിയൊരു സർക്കാർ അധികാരമേൽക്കുമ്പോഴാണ് മുൻ സർക്കാരിന്റെ സാമ്പത്തിക മാനേജ്മെന്റ് വിലയിരുത്താൻ വേണ്ടി ധനകാര്യ ധവളപത്രങ്ങൾ പുറത്തിറക്കാറുള്ളത്. 1987 കേരളത്തിൽ ആദ്യമായി ധവളപത്രം ഇറക്കുന്നത്. കെ നായനാർ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ധനമന്ത്രി വിശ്വനാഥ മേനോനാണ് ധവളപത്രം നിയമസഭയിൽ അവതരിപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയാകെ കെ കരുണാകരൻ സർക്കാർ തകർത്തെന്നാരോപിച്ചായിരുന്നു ആ ധവളപത്രം. 2001 കെ ആന്റണി സർക്കാർ അധികാരമേറ്റപ്പോൾ അന്നത്തെ ധനമന്ത്രി കെ ശങ്കരനാരായണനും വൈറ്റ് പേപ്പർ പുറത്തിറക്കി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ജനങ്ങളെ ബോധ്യപ്പെടുത്താനും തുടർന്ന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ആന്റണി സർക്കാർ ധവളപത്രം ഉപയോഗിച്ചു. ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചതിനെതിരെ 32 ദിവസം നീണ്ട സർക്കാർ ജീവനക്കാരുടെ വൻ പ്രക്ഷോഭത്തിന് കാരണമായതും ഈ ധവളപത്രമായിരുന്നു. 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമേറ്റപ്പോഴും ധവളപത്രം ഇറക്കി. ധനമന്ത്രിയായിരുന്ന കെ.എം. മാണിയാണ് ധവളപത്രം നിയമസഭയിൽ അവതരിപ്പിച്ചത്. 2016 ഒന്നാം പിണറായി സർക്കാരും ധവളപത്രം ഇറക്കി. ടി.എം. തോമസ് ഐസക്കാണ് ധവളപത്രം അവതരിപ്പിച്ചത്. ഇനിയിപ്പോൾ വി.ഡി. സതീശൻ സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ചത് കേരളത്തിലെ 5ാം ധവളപത്രമാണ്. രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതിയും അതിൽ വെല്ലുവിളികൾക്ക് പരിഹാരങ്ങളും ധവളപത്രത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.